അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഴയ ജീവിതമല്ല, പുതിയ ജീവിതമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മാറ്റം? അദ്ദേഹം പറഞ്ഞു, പണ്ട് ഞാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, പ്രശ്നങ്ങളിലൊക്കെ കുടുങ്ങിയാൽ ബദ്രീങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖെ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഞാനിപ്പോ മാറി മനസ്സിലാക്കി, അള്ളാഹുവിനെ മാത്രമേ ഞാനിപ്പോ വിളിക്കാറുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് മാറാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം എന്ന് പറയുന്ന ഒരു വിഭാഗം, അള്ളാഹുവിന്റെ കൂടെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ തേടാം, അവരോടും തേടണം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. ഞാൻ രണ്ടു കൂട്ടരുടെയും തെളിവെടുത്ത് പരിശോധിച്ചു നോക്കി. അള്ളാഹുവിനോട് മാത്രം തേടണം എന്ന് പറയുന്ന ആളുകളുടെ തെളിവ് വ്യക്തമാണ്, സ്പഷ്ടമാണ്, നേർക്കുനേരെയുള്ള തെളിവാണ്. വ്യാഖ്യാനങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്ത തെളിവുകളാണ്. ഉദാഹരണത്തിന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫു സൂ. പ്രയാസത്തിലകപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ, വിളിച്ചാൽ ഉത്തരം നൽകാൻ അല്ലാഹുവല്ലാത്ത മറ്റാരുണ്ട്? ഇയ്യാക നസ്തഈൻ, സൂറത്ത് ഫാത്തിഹയിൽ അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതുപോലെ അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ പറഞ്ഞു കൊടുക്കുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കില്ല. ഇങ്ങനെ നേർക്കുനേരെ വ്യാഖ്യാനങ്ങൾ പോലും ആവശ്യമില്ലാത്ത തെളിവുകൾ. എന്നാൽ മറ്റേ കൂട്ടരോ, അള്ളാഹുവിന്റെ കൂടെ ബദ്രീങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കണമെന്ന് പറയുന്നവരോ, അവരുടെ തെളിവുകൾ ഒന്നുകിൽ കെട്ടിച്ചമച്ച പുതിയതായി ഉണ്ടാക്കിയ തെളിവുകൾ, അല്ലെങ്കിൽ ദുർബലമായ ഹദീസുകൾ, മുൻഗാമികൾ വ്യാഖ്യാനിക്കാത്ത വ്യാഖ്യാനങ്ങൾ, ഒന്നിനും കൃത്യമായ രേഖകളില്ല. അതുകൊണ്ട് ഞാൻ എന്തു വന്നാലും അള്ളാഹുവിനോട് മാത്രം തേടാൻ തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.